ഒക്ടോബർ 17 ഇറാനെ ആക്രമിക്കാനായിട്ടുള്ള ഇസ്രായേലിന്റെ പദ്ധതി പുറത്താകുകയും അത് അമേരിക്കയിൽ നിന്ന് ചോർത്തിപ്പെടുകയും സിഐയുടെ കയ്യിൽ നിന്നാണ് അത് ചോർത്തി ടെലിഗ്രാം വഴി ഇറാനെ കയ്യിൽ എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇന്ന് പുതിയതായിട്ട് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അന്ന് ചോർത്തിക്കൊടുത്ത വ്യക്തിയെ അമേരിക്ക അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയുടെ തന്നെ സീക്രട്ട് ക്ലിയറൻസ്, ടോപ്പ് ലെവൽ സീക്രട്ട് ക്ലിയറൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനായ ആസിഫ് റഹ്മാനാണ് ഈ വിവരങ്ങൾ ഇറാന്റെ പക്കൽ എത്തിച്ചത്. ഉള്ളിൽ നിന്നുള്ള കളി തന്നെയായിരുന്നു ഇത് എന്നാണ് ഇപ്പൊ വ്യക്തമാകുന്നത്. അദ്ദേഹം ഒരു 34 വയസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അദ്ദേഹം കംബോഡിയയിലായിരുന്നു, CIA സ്റ്റേഷനിലായിരുന്നു സ്റ്റേഷൻ ചെയ്തിരുന്നത്. അദ്ദേഹത്തിനെ ഗുവാം എന്ന അമേരിക്കയുടെ ദ്വീപിൽ കൊണ്ടുവരികയും അവിടെയാണ് ആൻഡേഴ്സൺ എയർഫോഴ്സ് ബേസ് ഉള്ളത്. അത് ഏഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഗുവാം. പസഫിക് സമുദ്രത്തിലെ പേൾ ഹാർബർ, ഹവായി ദ്വീപുകൾക്ക് അടുത്തായിട്ട് അവിടെ നിന്നും ഏകദേശം ഒരു 4 മണിക്കൂർ ഫ്ലൈയിങ് അവേഴ്സ് ഉള്ള ഗുവാമിലാണ് ഇദ്ദേഹത്തിനെ ആദ്യമായി കോടതിയുടെ മുമ്പിൽ എത്തുന്നത്. അവിടെ നിന്നും വീണ്ടും വെർജീനിയയിൽ തിരിച്ചു കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് ഇനി എന്തൊക്കെ ശിക്ഷാ നടപടികളാണ് അദ്ദേഹം നേരിടാൻ പോകുന്നുള്ളത് അമേരിക്ക കാത്തിരിക്കുകയാണ്. എന്താണ് അതിന് മേലെ ചുമത്തുന്ന കേസുകൾ. 2 ചാർജസ് ഓഫ് എസ്പിയോണേജ്, രാജ്യദ്രോഹ കുറ്റമാണ് അദ്ദേഹത്തിന് ചുമത്തിയിരിക്കുന്നത്. ഇദ്ദേഹം ഒരു പക്ഷേ നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത് ഇറാൻ ആ ഒരു പദ്ധതി അതുമൂലം, ഇത് ചോർത്തി നൽകപ്പെട്ടതിന്റെ മൂലം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് ഞാനുമായിട്ട് സംസാരിച്ച മിലിറ്ററിയിലുള്ള കുറച്ച് വ്യക്തികളിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. കാരണം അന്ന് പേരിന് വേണ്ടി മാത്രം ഇസ്രായേൽ ഇറാന്റെ 2 ഇടങ്ങളിൽ ജസ്റ്റ് ബോംബ് ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ജനുവരി 20 ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് ബാക്കിയുള്ള തിരിച്ചടി നൽകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണെന്നാണ് മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടവർ എനിക്ക് നൽകിയ വിവരം. ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റു ഘടകങ്ങൾ, ഇന്ന് ട്രംപ് മന്ത്രിസഭയിലേക്ക് എടുത്തിരിക്കുന്ന മറ്റൊരു പുതുമുഖമാണ് പീറ്റ് ഹെഗസെറ്റ്. അദ്ദേഹം ഒരു അഫ്ഗാനിസ്ഥാൻ ആർമി വെറ്ററനാണ്. 44 വയസ്സുള്ളൂ. ഫോക്സ് ന്യൂസിന്റെ ആങ്കർ ആയിരുന്നു ഫോക്സ് ന്യൂസിൽ. അതിനെക്കുറിച്ച് കുറെ വിമർശനങ്ങളാണ് വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടം ഈ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പരിചയക്കുറവ്, പ്രായക്കുറവ്. അദ്ദേഹം ഒരു അഫ്ഗാൻ യുദ്ധത്തിൽ പങ്കെടുത്തത് അതല്ലാതെ കൂടുതലായിട്ട് ഡിഫൻസുമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ള ബന്ധത്തെക്കുറിച്ചും ഡിഫൻസ് സ്ട്രാറ്റജികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് എത്രയൊക്കെയാണെന്നാണ് ഇന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിനോട് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, മൈക്ക് ഹക്കബീനെ ഇന്നലെ ഇസ്രായേലിന്റെ അമേരിക്കയുടെ അംബാസഡറായിട്ട് ട്രംപ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതും വലിയൊരു സൂചന നൽകുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ട്രംപ് ഒട്ടും തന്നെ ഒരു ലാഘവത്തോടെയല്ല നീങ്ങാൻ പോകുന്നത്. അത് കാരണമാണ് ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ ജനുവരി 20 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയതിനു ശേഷം വീണ്ടും ഒരു ആക്രമണം ഇറാനെതിരെ അയച്ചുവിടാനുള്ള സാധ്യത കൂടുതൽ ആണെന്നാണ് ഞാനുമായി സംസാരിച്ച ചില മിലിറ്ററി വൃത്തങ്ങൾ എന്നെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു പേര് വന്നിരിക്കുന്നത് സെനറ്റർ മാർക്കോ റൂബിയോ ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. വിദേശകാര്യങ്ങളിലും അമേരിക്കയുടെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ മാർക്കോ റൂബിയോയ്ക്കായിരിക്കും. ഒപ്പം തന്നെ ചൈനയുമായിട്ട് ബന്ധങ്ങളിൽ വളരെയധികം താരിഫുകൾ വരുത്താനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പേരാണ് മാറ്റ് ഗേറ്റ്സ്. അദ്ദേഹമായിരിക്കും അറ്റോർണി ജനറൽ. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ അറിയാൻ സാധിക്കുന്നത്, പല കേസുകളും ട്രംപുമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന 34 കൗണ്ട് ഫെലനി ചാർജസ്. ട്രംപ് ഒരു കൺവിക്റ്റഡ് ഫെലനാണ്. ഒരു കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത്, താങ്കൾ കുറ്റാരോപിതനാണ്, കുറ്റം ആരോപിക്കപ്പെട്ട് കുറ്റകൃത്യം തെളിയിക്കപ്പെട്ട് 34 കൗണ്ട് കേസിൽ കോടതി വിധിച്ചിരിക്കുകയാണ്. ശിക്ഷ ഇല്ല എന്നേ ഉള്ളൂ. അപ്പോൾ മാറ്റ് ഗേറ്റ്സിനെ പോലെയുള്ള അറ്റോർണി ജനറലിനെ വെച്ച് ഇത് മാച്ച് തേച്ച് കളയാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ. ഒപ്പം തന്നെ
ജനുവരി 6 നടന്ന ക്യാപിറ്റൽ ഹിൽ അറ്റാക്ക്, ഈ വക കേസുകളിൽ പെട്ടുകിടക്കുന്ന ട്രംപിന്റെ കൂട്ടുകെട്ടത്തിൽ പെട്ട കൂടുതൽ ആൾക്കാരുണ്ട്. അവരെയൊക്കെ മാപ്പ് സാക്ഷിയോ അതല്ലെങ്കിൽ പാർഡൻ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യവും ഇതിനെക്കുറിച്ച് ഉള്ള സാഹചര്യത്തിൽ മറ്റു എതിർ ചാനലുകൾ അമേരിക്കയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത്, ജനുവരി 20 ശേഷം ട്രംപ് വന്നു കഴിഞ്ഞാല് ഇറാനിൽ എന്ത് സംഭവിക്കും? വെറുതെ ഇരിക്കുമെന്ന് ആർക്കും ഇന്ന് ഇതുമായിട്ട് ചർച്ച ചെയ്ത പല മിലിറ്ററിയിലെ ടോപ്പ് ലെവലുമായിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത് ഇറാനെതിരെയുള്ള ആക്രമണം തീർന്നിട്ടില്ല എന്നാണ്. അപ്പൊ മധ്യപൂർവേഷ്യയിൽ ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാവും. അത് എവിടെ വരെ നിൽക്കുമെന്നും ഖമേനിയെ മാറ്റി അവിടെ ഒരു പുതിയ ഭരണകൂടം വരുമോ എന്നുള്ളതൊക്കെയാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലെബനനിൽ രാഷ്ട്രീയമായ വലിയ നീക്കങ്ങൾ ഉണ്ടാകും. കാരണം ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ 50-കൾ 60-കൾ 70-കളില് അവിടെ ഹിസ്ബുള്ള വളരെ നീചമായ ആക്രമണം നടത്തിയാണ് അവിടെയുള്ള ഭൂരിപക്ഷ സമൂഹത്തെ ഇല്ലാതാക്കി ഇവരുടെ സാമുദായികമായിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങൾ കൊണ്ടുവന്ന് ലെബനനെ പറ്റിച്ച് എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് ജനുവരി 20 ശേഷം ഇനിയും മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. കാരണം ജോ ബൈഡനും കമല ഹാരിസും ഇറാനോടും ലെബനനോടും തീവ്രവാദ സംഘടനകളോടും മമത കാണിച്ചിരുന്ന പോലെ ആയിരിക്കില്ല ഇനി ട്രംപ് ഭരണകൂടം അവരുമായിട്ട് ഇടപഴകാൻ പോകുന്നത്. വ്യക്തമായ അടി ഇറാനും കിട്ടും, ലെബനനിൽ മാറ്റങ്ങൾ ഉണ്ടാകും. തിരിച്ചടിക്കാനായിട്ടുള്ള ഒരു ശക്തി ഇല്ലാത്ത മാതിരി ഇറാന്റെ പ്രോക്സികളായ ഹൂത്തിയോ ഹമാസോ ഹെസ്ബുള്ളയോ ഒരു ശക്തി ക്ഷയിച്ച് ഇല്ലാതായിരിക്കുകയാണ്. ഇസ്മയിൽ ഹനിയ പോയി, റൈസി പോയി, ഇറാന്റെ പ്രസിഡന്റായ റൈസിനെ എടുത്തു കളഞ്ഞു. യഹിയ സിൻവാർ പോയി. ഇപ്പൊ ഹമാസിന് നല്ല ഇടിയാണ് കിട്ടുന്നത്. ഹമാസ് എന്ന് പറഞ്ഞാൽ ഗാസയില് നല്ല മുസ്ലിംസ് ഇടിക്കുന്ന സ്ഥിതിയിലേക്ക്. ഇത് മനസ്സിലാക്കുന്നത് തീവ്രവാദത്തിൽ നിന്നും ഇസ്ലാം മാറുന്നു. അതോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി കസേര മതി, ഞങ്ങൾ ഇനി മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഇല്ല എന്നാണ് അവിടെ അറബ് രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഉള്ള കാര്യങ്ങൾ നമുക്ക് ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം ജനുവരി 20 ശേഷം കണ്ടറിയാം.